എപ്പോൾ കയറി ചെല്ലാനും എപ്പോൾ ഇറങ്ങിപ്പോരാനും പറ്റുന്നതാണ് നമ്മുടെ വീടല്ലേ. അപ്പം ഞാൻ ഞങ്ങളുടെ വീട്ടിലായിട്ടുള്ളത്. രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ എടുത്തതിൽ പഞ്ചസാര കുറച്ച് കൂട്ടിയിട്ട് മധുരം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അച്ഛനും അമ്മയ്ക്ക് മധുരം കുറവായിട്ട് ഉപയോഗിക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഗ്ലാസ്സിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് ഇളക്കും. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും കൂടെ ഞായറാഴ്ച ആയതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചേമ്പൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടിയിട്ട്. അച്ഛനിവിടെ ചേമ്പ്, ചേന, മഞ്ഞൾ, ഇഞ്ചി, വാഴ അങ്ങനെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞായിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യും. ഞങ്ങളുടെ വീടിൻ്റെ പിറകിൽ വലിയൊരു പറമ്പ് വിശാലമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ചെന്നിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം കൂടിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ഒപ്പം കുറേ ചേമ്പുണ്ടായിരുന്നു. കുറേ ചേമ്പുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അത് എടുക്കാൻ പോകാനൊക്കെ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു മടിയാട്ടോ. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കൂർക്ക മുഴുവൻ പോയി എന്നുള്ള പരാതി പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ട് പറിക്കാൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും പോവല്ലോ, ഒരുപാട് പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവണ്ട, അവർക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പറിക്കലൊക്കെ നിർത്തിയിട്ടാ. കുടുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ കുടു പറിക്കുന്നതിൽ ഒന്നിലും കിഴങ്ങ് കിട്ടുന്നില്ല, എല്ലാം മണ്ണിനടി പെട്ടു പോവായിരുന്നു. പിന്നെ ഏട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പുറപ്പെട്ട് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് കുഞ്ഞുമാവനെ കാണാൻ പോകാനുണ്ട്. അപ്പോൾ കുഞ്ഞുമാവനെ കാണാൻ പോകുന്ന വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്. എന്തായാലും സ്വന്തം വീടെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പോൾ തിരിച്ചറിയാണ് കേട്ടോ.